السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. സ്നേഹ ബഹുമാന്യരായ മജ്ലിസുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 61 ആയത്തുകളാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 61 വരെ എത്തി. ഇന്ന് 62 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വായിക്കുന്നത്. 13-ാമത്തെ ക്ലാസ്സാണ് മുഅ്മിനൂനിലെ ക്ലാസ് 13. വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിഷയം എന്തായിരുന്നു? കഴിഞ്ഞ ആയത്തുകളിലെ വിഷയം അതെന്തായിരുന്നത്? ഓർക്കും, നമ്മൾ വിഷയാധിഷ്ഠിതമായിട്ടല്ലേ പോണത്. ഏതായിരുന്നു? നന്മയിൽ അൽ മുസാറഅതു ഫിൽ ഖൈറാത്ത് അല്ലേ? ഓക്കെ, അങ്ങനെ 61 ആയത്തുകൾ. 62 മുതൽ 67 വരെ കിതാബുൻ യന്തിഖു ബിൽ ഹഖ് എന്നാണ് നമ്മൾ വിഷയം കണക്കാക്കുന്നത്. 2-3 കാര്യങ്ങളാണ് ആ ഒരൊറ്റ ആയത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത്. കിതാബുൻ യന്തിഖു ബിൽ ഹഖ്, യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന രേഖ, സത്യം വിളിച്ചു പറയുന്ന രേഖ, കിതാബ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ولدينا كتاب ينطق بالحق وهم لا يظلمون بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها حتى إذا أخذنا مترفيهم بالعذاب إذا هم يجأرون لا تجأروا اليوم إنكم منا لا قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا نكلف نفسا إلا وسعها
نفسا إلا وسعها ولدينا كتاب ينطق بالحق ولدينا كتاب ينطق بالحق وهم لا يظلمون وهم لا يظلمون ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون. بل قلوبهم في غمرة من هذا بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك ولهم أعمال من دون ذلك هم لها عاملون ولهم أعمال من دون ذلك هم لها عاملون. بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون. حتى إذا أخذنا مترفيهم بالعذاب مترفيهم بالعذاب حتى إذا أخذنا مترفيهم بالعذاب إذا هم يجأرون حتى إذا أخذنا مترفيهم بالعذاب إذا هم يجأرون لا تجأروا اليوم إنكم منا لا تنصرون. لا تجأروا اليوم إنكم
كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون مستكبرين به سامرا تهجرون ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിലേക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു വരുന്നത് തുടക്കം കഴിഞ്ഞ ആഴ്ചയിൽ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ് വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഏതായത് ഓർമ്മയിൽ വരുന്നത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. എന്നിട്ടെന്താ? ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. സെയിം ആ കാര്യമാണ് ഇവിടെയും പറഞ്ഞത്. ഏതായിരുന്നു ആയത്തത്? അൽ ബഖറ, ഖവാത്തിമുൽ ബഖറ, ഖവാത്തിമുൽ ബഖറ, ബഖറയുടെ അവസാന ആയത്തുകളിൽ സൂറത്തുൽ ബഖറയിൽ ആമന റസൂൽ എന്ന് പറയുന്ന ഭാഗം അല്ലേ? ഓക്കെ. വലാ നുകല്ലിഫു നഫ്സൻ. നൂന് നൂന് തുവോ? ആമന റസൂൽ യു, ഇവിടെ നു. വലാ നുകല്ലിഫു, നാം എന്ത് ചെയ്യുന്നില്ല? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധം, അടിച്ചേൽപ്പിക്കല്, ഒന്നുമില്ല. ലാ നുകല്ലിഫു, നാം ശാസിക്കുന്നില്ല, നിർബന്ധമായി ചെയ്യണമെന്ന് പറയുന്നില്ല. നഫ്സൻ, ഒരാളോടും. ഇല്ലാ വുസ്അഹ, ഇല്ല വുസ്അഹ. എന്താ വുസ്അ എന്ന് പറഞ്ഞാൽ? സാധ്യമായതല്ലാതെ. ദീനിന് നിയമസംഹിതകൾ, കൃത്യമായ നിയമങ്ങളുണ്ട്. നിസ്കാരം എത്ര റക്അത്താണ്, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ ഖിയാമും അതിൻ്റെ റുകൂഉം അതിൻ്റെ സുജൂദും ഇഅ്തിദാലും ഇടയിലെ ഇരുത്തവും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഒക്കെ സ്പഷ്ടമാണ്. പക്ഷേ ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെയും, ഒരു മനുഷ്യനെയും, ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ ആ സമയത്തെ അതത് സമയങ്ങളിലെ കഴിവും താക്കത്തും അനുസരിച്ചേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നോട്ടെ, പക്ഷേ നിസ്കാരം വേണം. അതിനും കഴിയില്ലെങ്കിൽ കിടന്നോട്ടെ. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും എല്ലാത്തിനും കഴിയും. അതിനൊന്നും തടസ്സങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ യാത്രയാണ്, അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്തോട്ടെ? രണ്ടും കൂടെ ഒരു സമയത്ത് നിസ്കരിച്ചോട്ടെ, അല്ലെങ്കിൽ ആ സമയത്ത് എന്തും കൂടെ ചെയ്തോട്ടെ, ചുരുക്കിയിട്ട് നിസ്കരിച്ചോട്ടെ. നോമ്പാണ്, പക്ഷേ ദൂരെ യാത്ര ചെയ്യണം, പ്രയാസം ഉണ്ടാകാൻ ഇടയുണ്ട്. ഭക്ഷണം, അതുപോലെ അത്താഴം, നോമ്പ് തുറക്കൽ, യാത്രാ ക്ഷീണം, ഇങ്ങനെ പല പ്രയാസം ഉണ്ടാവും. എന്ത് ചെയ്തോട്ടെ? നോമ്പ് തോൽക്കണ്ട, പക്ഷേ അത് വേറെ ദിവസം എടുത്തോട്ടെ.
ഓരോ കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും, സക്കാത്തും എല്ലാ ഏത് വിഷയങ്ങൾ എടുത്താലും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഐ വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അർത്ഥം ഒന്നും പറയും, വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇന്ന് സമയം വളരെ കുറവാണ്, വേഗം പോകണം. നമ്മൾ 67-ാമത്തെ ആയത്തെത്തണം. ആ കഴിവനുസരിച്ചല്ലാതെ എനിക്ക് നിസ്കരിക്കണമെന്നില്ല എന്നറിയാനാണോ? അങ്ങനല്ല അല്ലേ? ഓക്കെ. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും, ഒരു മനുഷ്യനെയും, ഒരു വ്യക്തിയെയും, ഒരു ദേഹത്തോടും അതിന് കഴിയുന്നതല്ലാതെ, കഴിവുള്ളതല്ലാതെ നാം ശാസിക്കുകയില്ല. എന്നാൽ അതും പറഞ്ഞ് നിങ്ങൾക്ക് തോന്നിയ പോലെ ആവാന്നൊന്നും വിചാരിക്കണ്ട. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. വലദൈന വഇൻദന കിതാബുൻ ഹഫീദ് എന്ന് പറഞ്ഞ പോലെ വലദൈന. എന്നാ വേറൊരു കാര്യം ഓർക്കണം, നമ്മളടുത്ത് ഉണ്ട് കേട്ടോ. എന്തുണ്ട്? ഒരു കിതാബുണ്ട്. കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. ഉള്ള കീറ് കൃത്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റും വിധം, പിന്നെ എടുത്തു നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ എഴുതി വെക്കുന്ന ഒരു കിതാബ് നമ്മുടെ അടുത്തുണ്ട്. വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. അല്ലേ? മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് യാസീനിൽ ഒരായത്തുണ്ടായല്ലോ. ഏതാ? ഏതാണ് ആയത്ത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ഇനി ഓതി വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാം അഹ്സൈനാഹു എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കി വെക്കുന്നുണ്ട്, വിട്ടുപോകില്ല. ആവുന്നത് ചെയ്യണം. വേറെ ഒരാളെയും പുറമേ നിന്ന് നിരീക്ഷിച്ചിട്ടോ മോശക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓൻ്റെ താക്കത്ത് ഓൻ അള്ള കൊടുത്ത വുസ്ഉം അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഓൻ അതിൽ എന്ത് തീരുമാനം എടുത്ത് എന്താണ് ഓൻ്റെ കാര്യങ്ങൾ എന്ന് അവനെ അറിയുള്ളൂ. അപ്പോൾ അടച്ചാക്ഷേപിക്കാനോ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെയാണെന്നങ്ങ് മുദ്ര കുത്താനോ ഒരാളെക്കുറിച്ച് നമുക്ക് എന്തായാലും കഴിയില്ല. അള്ളാൻ്റെ കിതാബിൽ ഉണ്ടെന്നുള്ളത് ഓൻ മനസ്സിലാക്കിയും വേണം. അള്ളാൻ്റെ കിതാബിൽ ഉണ്ടെന്നുള്ളത് ഓൻ മനസ്സിലായിക്കോളണം. വലദൈന കിതാബുൻ. സൂറത്തു കഹ്ഫിൽ ഒരായത്തുണ്ടല്ലോ, 49-ാമത്തെ ആയത്ത് കഹ്ഫിലെ. മാലിഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥം! ലാ യുഗാദിറു സഗീറ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. എല്ലാം ഇതിനകത്തുണ്ടല്ലോ എന്ന് മനസ്സിലാക്കണം. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ. ഒന്നും വിട്ടുപോയില്ല, ചെറുതും വലുതുമായ എല്ലാം. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളിലെയും തിന്മയുടെ വശങ്ങളെല്ലാം പൊറുത്ത് മാപ്പാക്കി ആ രേഖയിൽ ഇല്ലാതെയാക്കി തരട്ടെ. നന്മകളെല്ലാം അതിൽ 10 മടങ്ങ് പ്രതിഫലമുള്ളതായി രേഖപ്പെടുത്തട്ടെ. അതാ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കേ ആ ഒരു പ്രാർത്ഥന വേണം കേട്ടോ. നമ്മളെ തിന്മകൾ പുറത്തു പോകാനുള്ള പ്രാർത്ഥനകൾ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ? ഇസ്തിഗ്ഫാർ ബോധപൂർവം നടക്കണം, നിർബന്ധമാണ്. ഇസ്തിഗ്ഫാർ നടത്തണം. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും അല്ലേ? അള്ളാഹു ഗഫാറാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത് പ്രാർത്ഥനയിലെ ഏറ്റവും കാതലായ ഒരു ഭാഗമാണ്. പാപമോചനം തേടുക. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. റസൂലുള്ള നമ്മളോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളിലെ ശക്തമായ ഒരു പാപമോചന പ്രാർത്ഥനയാണ്. അതിന് പ്രത്യേകം സമയവും കൂടി എടുക്കണം. നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം.
എപ്പോഴും പ്രാർത്ഥിക്കാം, രാത്രിയിൽ പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, ഉറക്കിനിടയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓക്കെ. പിന്നെ സൂറത്തു എന്നിട്ട് പറയാം വെറുതെ ഒരാളെയും പിടികൂടൂല, ചെയ്തതിന് മാത്രമേ ശിക്ഷ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ചെയ്ത നന്മകളൊന്നും അമല ആമിലില്ലേ, ഒരാളുടെയും ഒരു കർമ്മവും നമ്മൾ എന്താക്കൂല, പാഴായി പോകുമെന്ന് വിചാരിക്കണ്ട, എല്ലാം അവിടെ ഉണ്ടാകും. ഏതൊരാളുടെയും കഴിവനുസരിച്ചുള്ളതല്ലാതെ അവനോട് അള്ളാഹു ശാസിക്കുകയില്ല. ആവർത്തിച്ച് ഖുർആനിൽ പലയിടങ്ങളിലും വന്ന ഒരു കാര്യമാണ്. അപ്പം മറ്റൊരാളോട് ദഅവത്ത് നടത്തുമ്പം പോലും നമ്മളോട് പറഞ്ഞത് നിങ്ങളായിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളായിട്ട് എന്ത് ചെയ്യണ്ട, അവിടെ നിർബന്ധം ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ആക്കാമായിരുന്നു. അങ്ങനെ അള്ള ചെയ്തിട്ടില്ല. അള്ള മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തതാണ്, രണ്ടും കാണിച്ചു കൊടുത്തതാണ്. ആർക്കും സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ആർക്കും ഇതിൽ എത്താൻ പറ്റും, ആർക്കും ഇതിനെ തള്ളിക്കളയാൻ അവകാശമുണ്ട്. പക്ഷേ തള്ളിക്കളഞ്ഞാൽ ശിക്ഷയുണ്ടാകും, സ്വീകരിച്ചാൽ അബ്രാറുകളുടെ കൂട്ടത്തിലുണ്ടാകും. യുഫജ്ജിറൂനഹ തഫ്ജീറ, സ്വർഗം അനുഭവിക്കാനും കഴിയും. ഇത്രയേ ഉള്ളൂ. നീയായിട്ട് പോയിട്ട് ആരെയും എന്ത് ചെയ്യണ്ട, ആരെയും അങ്ങനെ ആക്കാനും നിൽക്കണ്ട. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു ക്ലാസ് പറഞ്ഞതാണ്, സൽക്കർമ്മികളുടെയും ദുഷ്കർമ്മികളുടെയും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കർമ്മങ്ങളെയും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് പ്രതിഫലം, രക്ഷാശിക്ഷകൾ നൽകപ്പെടുകയും ചെയ്യും. ഫമൻ യഅമൽ മിസ്ഖാല ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. സജ്ജനങ്ങളുടെ സൽഫലങ്ങളിൽ വല്ല കുറവും വരുത്തിപ്പോവോ? ഇല്ല. എന്നാൽ ദുർജനങ്ങളുടെ ദുഷ്പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, ശിക്ഷകൾ ഇല്ലാതെയാക്കപ്പെടുമോ? ഇല്ല. അള്ളാഹു പാപമോചനം തേടുന്നതിനനുസരിച്ചോ അവൻ്റെ മഹളായ അവൻ്റെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകിയോ പൊറുക്കപ്പെടുക എന്നതല്ലാതെ ബാക്കിയെല്ലാം അവിടെ ഉണ്ടാകും എന്ന് സൂറത്തു ജാസിയയിലെ 29-ാമത്തെ ആയത്തും കൂടെ ആ കൂട്ടത്തിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹാദാ കിതാബു യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂന. നിങ്ങൾ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ എന്തൊഴികഴിവുകൾ പറഞ്ഞാലും ശരി, നിങ്ങളെ കൊണ്ടാകുന്നതേ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അവ നിങ്ങൾ സ്വീകരിക്കുക, പ്രാവർത്തികമാക്കുക. നിങ്ങൾക്ക് തള്ളാൻ കഴിയുന്ന, നിങ്ങൾക്ക് ആവശ്യമില്ല പറ്റാത്ത അപകടകരമായ കാര്യങ്ങളെ നിങ്ങളോട് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അതേപോലെ തന്നെ ഉൾക്കൊള്ളുക. ഇനി അതിൻ്റെ ഒരു തക്ലീഫുമില്ല, ഒരു പ്രയാസവും, കഴിവിനനുസരിച്ച് ചെയ്തോളാനേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വാക്കുമ പിടിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ ആവാന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് കേട്ടോ, ഒരു കുറവും വരൂല എന്നാണ്. അക്രമം ഇല്ല, അനീതി കാണിക്കപ്പെടുകയില്ല. ലാ യുദ്ലമൂന. വളരെ കൃത്യമാണ് ആയത്ത്. ഒന്നും കൂടെ ആയത്ത് ഓതി നോക്കൂ, ഒന്നും കൂടെ ആയത്ത് ഓതൂ. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ. സത്യത്തിൽ ഈ ആയത്തിലെ ഈ 3 പാർട്ടുകളുടെയും ആ ഘടന, ആ ഒരു കണക്ഷൻ ബിറ്റ്വീൻ ഭയങ്കര സംഭവമാണ് അല്ലേ. ആദ്യത്തെ മാത്രം പറഞ്ഞാൽ നിർത്തിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നിയ പോലെ ആവാമെന്ന് വിചാരിക്കാം. അതോടൊപ്പം ശേഷമുള്ള കാര്യം കൂടി പറഞ്ഞു, രേഖ ഉണ്ട്, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വേണ്ട, കൈക്കടത്തലുകളൊന്നും വേണ്ട, എനിക്ക് തോന്നിയ പോലെ ആവണ്ട എന്ന് പറഞ്ഞു. ചെയ്തതൊക്കെ കിട്ടും, നിങ്ങളൊന്നും കിട്ടൂല എന്ന് വിചാരിക്കണ്ട. അനീതി കാണിക്കപ്പെടൂല, ഓനും കിട്ടും, നിങ്ങൾക്കും കിട്ടും. പക്ഷെ ഓരോരുത്തർക്കും അവനവൻ്റേതായിരിക്കും ഉണ്ടാവുക. വേറൊരാളും ഏൽക്കേണ്ടി വരൂല. വലാ തസിറു വസിറത്തുൻ
വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഇതെല്ലാം ചേരുന്ന ഒരൊറ്റ ആയത്താണ്. ഗംഭീരമായ ഒരു വചനമാണ്. എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ആയത്താണ്. നമ്മളിപ്പം മറ്റുള്ള ഒരാളുകൾ സജീവമായി പ്രവർത്തിക്കുന്നതോ ഇബാദത്തിൽ വളരെ സജീവതയോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഇന്നെ കൊണ്ട് തോന്നുന്നു ആണ്ടായിപ്പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. പ്രായാധിക്യത്തിലെത്തി എനിക്ക് അതുപോലെ ഒന്നും ആകുന്നില്ല, പോകാനാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കരിക്കാനാകുന്നില്ല, അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനാകുന്നില്ല, സാമ്പത്തികമായി ഒന്നുമില്ല, എല്ലാവരും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം, എനിക്ക് അതിനൊന്നും ആകുന്നില്ല. ആവണ്ട, നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്താൽ മതി, അതിൽ ടെൻഷൻ അടിക്കണ്ട. എത്ര സിമ്പിളാണ് ദീൻ, എത്ര എളുപ്പമാണ്, എത്ര സമാധാനം നൽകുന്നതാണ്. ഇങ്ങനെ ഒരു ആയത്തില്ലെങ്കിൽ നമ്മളും ആകെ ഇടങ്ങാറാവില്ലായിരുന്നു. ഞാൻ ചെയ്തേടെ എത്തിയില്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താക്കും, എത്തിയില്ലാണ് ചിന്തക്ക് നമുക്ക് നല്ലത്. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഡൗണായി പോകുന്ന അവസ്ഥ പടച്ചോൻ നമ്മളെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ സമാധാനിപ്പിച്ചവിടെ നിർത്തില്ല എന്ന് വെച്ചെങ്കിൽ വല്ലാണ്ട് എന്താണ്ട ഈമ തൂങ്ങണ്ട, എല്ലാം എഴുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി എന്നെ കൊണ്ട് അതുപോലെങ്കിൽ ചെയ്യണം എന്നൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. രണ്ടാമത്തെ ആയത്ത് നോക്കാം. 63-ാമത്തെ ആയത്തിലേക്ക് കുറച്ചും കൂടെ വേഗം പോകണം. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ. ഗംറത്ത് എന്ന് പറഞ്ഞാൽ അന്ധത, അശ്രദ്ധ, മൂടിപ്പോയ അവസ്ഥ എന്നാണ് അർത്ഥം. ഗംറത്ത് എന്ന് പറഞ്ഞാൽ ഗംറ. അപ്പം എന്തായിരിക്കും ആയത്തിൻ്റെ അർത്ഥം? ബാക്കി എല്ലാം അറിയാലോ, പറഞ്ഞു നോക്കി. ബൽ ഖുലൂബുഹും, എന്നാലേ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സ്, അവര് ഫീ ഗംറത്തിൻ അശ്രദ്ധയിലാണ്, അന്ധതയിലാണ്. എന്തിൻ്റെ കാര്യത്തിൽ? മിൻ ഹാദ, ഇക്കാര്യത്തിൽ അവരെന്താണ്? അന്ധതയിലാണ്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക. എന്താ ഓരോ കഥ? ഭയങ്കര ആയത്താട്ടത്, ചില്ലറ വചനമൊന്നുമല്ലത്. ശരിക്കും നമ്മളെ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തത്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക. എന്താ അതിൻ്റെ അർത്ഥം? ഓർക്ക് ഇതിനപ്പുറത്ത് വേറെ കുറേ അമലുകളാ. വലഹും അവർക്കുണ്ട് അഅ്മാലുൻ പണികൾ, ജോലികൾ, പിന്നെ കർമ്മങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങളൊക്കെയാകുന്ന കർമ്മങ്ങൾ. മിൻ ദൂനി ദാലിക, ഇതിൻ്റെ അപ്പുറത്ത് വേറെ പലതും. ഇതിൻ്റെ കാര്യത്തിൽ ഓരെന്താണ്? ഇതിൻ്റെ കാര്യത്തിൽ ഓരെന്താണ്? ഗംറത്തിലാണ്, അന്ധതയിലാണ്, അശ്രദ്ധയിലാണ്. ഇനി എന്താ ഇത് നമുക്ക് നോക്കാം. ഹും ലഹ ആമിലൂൻ, അതോലിങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഓരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഹും അവർ, ലഹ അതിൻ്റെ കാര്യം, ആമിലൂന ചെയ്യുന്നോലാണ്. ഈ കാര്യത്തിൽ ഓല് എന്താണ്? ഗംറത്തിലാണ്. ഓർക്ക് ഇതല്ലാണ്ട് വേറെന്തൊക്കെയോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അതിലോല് ഉഷാറ. ഹും ലഹ ആമിലൂന, അതോല് നല്ലോണം ചെയ്യുന്നുണ്ട്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തായ പ്രബലമായ സുന്നത്ത് നോമ്പുകൾ കുറേ ഉണ്ട്. അതൊന്നും ഒരു തൽക്കാലം, അതിലൊന്നും വലിയ ധൃതിയും തിരക്കും പിന്നെ ഒന്നുമില്ല. പക്ഷേ അതിൽ ഗംറത്താണ്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക. അതല്ലാത്ത കുറേ നോമ്പോൽക്കുണ്ട്. പ്രമാണബദ്ധമല്ലാത്ത, ഇത് റസൂല് ചെയ്തതാണോ ചെയ്തതല്ലേ എന്ന് അറിയാത്തതും അല്ലെന്ന് ഉറപ്പുള്ളതും ആശയക്കുഴപ്പമുള്ളതുമായ അക്കശക്കൻ്റെ കൂട്ടത്തിൽ ലഹും ലഹാ ആമിൽ, അതുപോലെ ഉഷാറ. അതിനെല്ലാവരും ഇറങ്ങുന്നിട്ട് ഭക്ഷണമൊക്കെ കവറിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കും. ഇങ്ങനെ ഒരു പാടാ. റസൂലിൻ്റെ ജന്മദിനം, ബർത്ത്ഡേ ആഘോഷിച്ചിട്ടേ ഇല്ല. അതിൻ്റെ അടുത്ത ആൾക്കാരും കുടുംബക്കാരും പുറക്കാരും ഒന്നും ഇത് ആഘോഷിച്ചില്ല, മക്കളും ഒന്നും ആഘോഷിച്ചില്ല. അതായത് അതിൽ ഈ കാര്യത്തിൽ അല്ലേ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു അത് നോമ്പാണ്, ഞാൻ ജനിച്ച ദിവസം നോമ്പാണ് ഞാൻ എടുക്കാറുള്ളത്, അതാണ് അന്ന് നോമ്പെടുക്കാനുള്ള കാരണം, എൻ്റെ എന്നെ സ്നേഹിക്കുക തന്നെ എൻ്റെ സുന്നത്ത് പിൻപറ്റലാണ്. ഇതൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ
ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദ. അക്കാര്യത്തിൽ നാട്ടുകാർ പലരും എന്തിലാണ്? ഗംറത്തിലാണ്. പക്ഷേ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, വേറെ കുറേ ഉണ്ട്. ഓരോ ദിവസവും ആ മാസവും മാത്രം നോക്കിയിട്ട് പ്രത്യേകമായ ആഘോഷ പരിപാടികൾ, തോരണങ്ങൾ, സുന്നത്തില്ല തലമറക്കാതെ ഇത് കാണാൻ വേണ്ടി വന്നു നിൽക്കും. അങ്ങനെ പിന്നെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ട് നടക്കും. പിന്നെ അമിതമായ മ്യൂസിക്കും കൊട്ടും കൊരവയുമായിട്ട് റസൂലിൻ്റെ പേര് വിളിച്ചു പറയും. അതായത് വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, അതൊരു സുഖമായിട്ട് എല്ലാ കൊല്ലവും ഡേറ്റ് തെറ്റാതെ ചെയ്യും. അതിൽ പണം മുടക്കും. ലഹും ഹും ലഹാ ആമിലൂൻ, അതൊരു നന്നായി ചെയ്യും. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. തൊട്ടുമുകളിലെ ആയത്തുകളിലേക്കൊന്ന് കണ്ണോടിക്കൂ. തൊട്ടുമുകളിൽ എന്താ പറഞ്ഞത്? ഉലായിക ഹും എന്താ പറഞ്ഞേ? ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞേ. ആ ഖൈറാത്തുകൾ എന്തൊക്കെയായിരുന്നു? വല്ലദീന യുഅ്തൂന മാ അതൗ വ ഖുലൂബുഹും വജിലത്തുൻ, നൽകപ്പെട്ടതിൽ നിന്ന് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അവർ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാണ്ട് പോവുകയോ അള്ളാഹിൻ്റെ ശിക്ഷ ഉണ്ടാവുകയോ എന്നോർത്ത് അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രികൂന, അവരുടെ റബ്ബിൽ ഒരു നിലക്കും ശിർക്ക് ചെയ്യാത്തവരാണ്. വല്ലദീനഹും ബി ആയാതി റബ്ബിഹിം യുഅ്മിനൂന, ഞാൻ മേലോട്ടാണ് വായിക്കുന്നത്. വല്ലദീനഹും ബി ആയാതി റബ്ബിഹിം യുഅ്മിനൂന, അവർ അവരുടെ റബ്ബിന്റെ ആയത്തുകളിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാണ്. ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂന, തങ്ങളുടെ റബ്ബിന്റെ ഭക്തിയിൽ അവർ ഭയമുള്ള ആളുകളാണ്. പക്ഷേ ആ കാര്യത്തിൽ ഈ പറഞ്ഞ ഖശിയത്തിൽ, അതേപോലെ തന്നെ അൽ ഈമാനു ബിർ റബ്ബ്, റബ്ബിലുള്ള വിശ്വാസത്തിൽ, അതേപോലെ ലാ യുശ്രികൂന, ശിർക്ക് ചെയ്യൂല, തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്നതിൽ, അതേപോലെ അള്ളാഹ്ക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുക എന്ന വിഷയം, സക്കാത്ത്, സദഖ, ഇതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുന്നവരാണ്. ഈ കാര്യത്തിൽ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, ഇപ്പറഞ്ഞ കാര്യത്തിൽ അവരുടെ ഹൃദയങ്ങൾ ഗംറത്തിലാണ്, അശ്രദ്ധയിലാണ്. പക്ഷേ ഓരെന്തോ ചെയ്യുന്നില്ല എന്നാണോ? അല്ല. വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, ലാ യുശ്രികൂന എന്നതിൽ അശ്രദ്ധരാണ്. വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, അക്കാര്യത്തിൽ അവർക്ക് വേറെ കുറേ കാര്യമുണ്ട്. കാരണം മടവൂർ തന്നെയാണ് റബ്ബ് എന്ന് പറയുന്നു. മടവൂർ തന്നെയാണ് റബ്ബ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താ? ലാ യുശ്രികൂന, അവർ പങ്കു ചേർക്കാത്തവരാണ് എന്നതാ മുകളിൽ പറഞ്ഞ മുസാരഅത്തു ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്ന ആൾക്കാരുടെ ഗുണം പറഞ്ഞത്, ക്വാളിറ്റി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം എന്താണ്? റബ്ബിൽ വിശ്വസിക്കുന്ന മുശ്ഫിഖൂന, അവർക്ക് ഭയമുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റായി പോകുമോ, തെറ്റിലകപ്പെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് തൗഹീദിൽ ഉറച്ച് ലാ യുശ്രികൂന, ശിർക്ക് ചെയ്യാതിരിക്കുന്ന ആളുകളാണ്. പക്ഷേ അതിൽ അശ്രദ്ധരാണ് ഇവർ. എന്നിട്ട് ഓരെന്തറിയാ? നേരെ അപ്പുറത്തവർക്ക് കുറേ അമലുണ്ട്. വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്, അതല്ലാത്തവർ കുറേ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? എല്ലാ മരണപ്പെട്ടു പോകുന്ന പ്രധാനികളായ ആളുകളുടെയൊക്കെ മഖ്ബറകൾ ഉണ്ടാക്കുന്നു. അവിടെ പോയി അവർ പ്രാർത്ഥിക്കുന്നു. പള്ളിയിൽ പോകണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ആണിനോടും പെണ്ണിനോടും ഒക്കെ. പക്ഷേ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും പെണ്ണുങ്ങൾ സജീവമായി മഖ്ബറയുള്ള പള്ളിയുടെ മുന്നിലും പിന്നിലും ആ ഖബർസ്ഥാനിലും നിറഞ്ഞൊഴുകുന്നു. പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും അസുഖത്തിന് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. റസൂലുള്ള പഠിപ്പിച്ച പോലെ മരുന്നോ ചികിത്സയോ ഒക്കെ ചെയ്യുന്നതോടൊപ്പം അള്ളാഹിനോട് ഷിഫാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കശ്ഫിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്ത് വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക, ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഏടെങ്കിലുമൊക്കെ പൈസ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ സമർപ്പിച്ചിട്ട് അവിടെ തവക്കുൽ ചെയ്തിട്ട് അങ്ങനെ ലഹും ഹും ലഹാ ആമിലൂൻ, അതോരിങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹിനോട് മാത്രം ചെയ്യേണ്ടത്, അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ടത്, അതിലവർ മാറിപ്പോകുന്നു. ഈ ആയത്ത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം. എത്ര കൃത്യമാണ് ഈ രണ്ടായത്തുകളും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം. സമയക്കുറവുകൊണ്ട് നമ്മളിനി അതിലേക്ക് അധികം പോകുന്നില്ല. ഐ ഫീ ഗിതാഇൻ വഗഫ്ലത്തിൻ വഅമായത്തിൻ അനിൽ ഖുർആൻ, അതാണ് അതിൻ്റെ ഒരു തഫ്സീർ. ഇതിൻ്റെ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, അവർ ഇതിനെ തൊട്ട് ഇക്കാര്യത്തിൽ അശ്രദ്ധരാണ് എന്ന്, അന്ധതയിലാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവരണം ഒറ്റ വാചകത്തിൽ ഇങ്ങനെ കേട്ടുവെച്ചോളൂ. ഐ ഫീ ഗംറത്തിൻ ഫീ ഗിതാഇൻ, ഫീ ഗംറത്തിൻ എന്നാൽ ഫീ ഗിതാഇൻ വഗഫ്ലത്തിൻ വഅമായത്തിൻ അനിൽ ഖുർആൻ. എന്തിനെ കുറിച്ച്? ഈ ഖുർആൻ
ഈ ഖുർആന്റെ കാര്യം, നിങ്ങൾ ഖുർആൻ എന്ന സാധനം തന്നെ നോക്കി. ഖുർആൻ എന്നതിൽ അവർ അമായത്ത്, അന്ധതയാണ്. അതിലെന്താ ഉള്ളത് കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ അവർക്ക് വേറെ കുറേ കിതാബുണ്ട്. എന്താ പഠിക്കണമെന്ന് ചോദിച്ചാലും വലിയ വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളോട് എന്താ പഠിക്കണമെന്ന് ചോദിച്ചാൽ കിതാബാണ് പഠിക്കണമെന്ന് അറിയാം. അതിൽ ഖുർആൻ തഫ്സീറിൻ്റെ ഖുർആൻ ഇല്ല, കിതാബുകളാണ് പഠിക്കുന്നത്. കുറേ കിതാബുകളാണ്. ആദ്യം കിതാബ് പഠിക്കട്ടെ. ദാലിക്കൽ കിതാബ് പഠിച്ചിട്ട് അതിൻ്റെ വിവരങ്ങളായ തഫ്സീറുകളൊക്കെ പഠിച്ചു പോകണം. ഓക്കെ, കിതാബ് മാത്രം. ഖുർആൻ അല്ല പ്രധാനം. 313 വക ഏടാ പ്രധാനം. പലയിടത്തും, പല കുടുംബത്തിലും, പല വീട്ടിലും അതിനാ പ്രാധാന്യം. ഖുർആനല്ല, മാലകൾക്കാണ് പ്രാധാന്യം. അതിലെന്ത് പറയുന്നു, എത്ര ശരിയുണ്ട് തെറ്റുണ്ട്, അത് ആരെഴുതിയതല്ല എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് പുറമെ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, ഈ കാര്യത്തിൽ, ഈ ഖുർആനിന്റെ കാര്യത്തിൽ അവർ അശ്രദ്ധയിലാണ്. വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക, ഓർക്ക് അതിന് പുറമെ വേറെ കുറേ പണികളാണ്. ഹും ലഹാ ആമില, അതോലിങ്ങനെ ചെയ്യുന്നുണ്ട്. മുകളിൽ പറഞ്ഞ കാര്യത്തെ ഓർക്കണം. ഏത്? വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്, കൃത്യമായും രേഖപ്പെടുത്തി മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു രേഖ, ഒരു കിതാബുണ്ട് കേട്ടോ. ലാ യുദ്ലമൂന, അതിൽ അനീതി കാണിക്കപ്പെടൂല കേട്ടോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. സുന്നത്ത് അതിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ, ബിദ്അത്തിന്റെ കാര്യത്തിൽ സജീവത. തൗഹീദ് അതിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ, ശിർക്കിൻ്റെ കാര്യത്തിൽ സജീവത. ആലോചിച്ച് നോക്കണം. ഈ ആയത്ത് എത്ര കൃത്യമാണ് നമ്മളെ സമൂഹത്തിൻ്റെ ചിത്രം. അന്ന് മുതലുള്ള സമൂഹത്തിൻ്റെ ചിത്രത്തെ നേരെ ഒരൊറ്റ വരി കൊള്ളുന്ന ആയത്തിലെ 3 പീസ് അതിലാണ്ട് ഉൾപ്പെടുത്തുക. ഏതാ 3 പീസ്? 2 3 പാർട്ടുകളാണ്. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, എന്നാൽ അവരെന്താ? വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക, ആ കാര്യത്തിൽ ഒരു നിലപാടെന്താ? ഹും ലഹാ ആമിലൂന, അത് അടിപൊളിയായിട്ട് ചെയ്തു കിടക്കും. ശരിക്കും മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ആയത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക. എന്നാലേ നമ്മൾ പഠിച്ചു സൂറത്തു കഹ്ഫ് തന്നെ അല്ലേ അവസാന ഭാഗം. എന്താ പിന്നെ അവർ ചെയ്യുന്ന ഒരുപാട് ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, കുറേ അമൽ ചെയ്യുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടെ. ആരാണവർ? കുറേ ചെയ്യുന്നുണ്ട്, അന്നഹും യുഹ്സിനൂന സുന, നല്ലതാ ചെയ്യണമെന്നും വിചാരിച്ച് കുറേ അമലുകൾ ചെയ്യുന്ന ആളുകൾ നാട്ടിലുണ്ട്. നല്ലതല്ലേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നല്ലതായി എന്നതുകൊണ്ട് മാത്രം ദീനിൽ ഒരു കർമ്മം ദീനിൻ്റെ പേരിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് അപകടമായി മാറുന്നു എന്നർത്ഥം. ഓക്കെ, അടുത്ത ആയത്തിലേക്ക് വരൂ. 65-ാമത്തെ ആയത്ത് അള്ള പിടികൂടും എന്നതിനെ കുറിച്ച് ഓർമ്മ വേണം. അടുത്ത 2 ആയത്തും അള്ള പിടികൂടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് ആയത്തുകളിൽ വിവരണങ്ങൾ കാണാൻ പറ്റും. ഇത് നമ്മൾ ഇവിടെ ഇത് മാത്രം വായിക്കുകയാണ്. ഒന്നെന്താ? ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബ് ഇദാ ഹും യജ്അറൂൻ. ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം, ഹത്താ അറിയാ, അഖദ്നാ അറിയാ, മുത്രഫീഹിം എന്ന് പറഞ്ഞാൽ എന്താ? അത്രഫ്നാഹും, തറഫ്, മുത്രഫ്. യെസ്, അടിച്ചു പൊളിച്ച് തോന്നിയതുപോലെ അങ്ങ് ജീവിക്കുന്ന ആളുകൾ അല്ലേ, അവരെ നാം എന്ത് ചെയ്യും? ഇപ്പറഞ്ഞതുപോലെ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂന, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് മുത്രഫീ എന്ന് പറഞ്ഞത്. ഇവിടെ പ്രമാണബദ്ധമായി ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വിശ്വാസപരമായി കറകളഞ്ഞ ഈമാനുണ്ട്. ഇതൊന്നും അല്ല, ഇതിനൊക്കെ നേരെ അപ്പുറത്ത് ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ മുത്രഫീം എന്ന് പറഞ്ഞത്. ആ മുത്രഫീം തോന്നിയതുപോലെ പോകുന്ന, സുഖലോലുപതയിൽ അങ്ങനെ പോകുന്ന, തന്നിഷ്ടപ്രകാരം പോകുന്ന അവരെ നാം എന്ത് ചെയ്യും? അവരെ ശിക്ഷ, ബിൽ അദാബ്, ശിക്ഷ കൊണ്ട് പിടികൂടും. ഇദാഹും യജ്അറൂന, അപ്പോഴാണ് ഓരെന്ത് ചെയ്യുന്നത്? കാര്യം മനസ്സിലായിട്ട് എന്ത് ചെയ്യും? ആ നേരം നിലവിളി കൂട്ടും. ജഅറ, അങ്ങനെ അവർ യജ്അറൂന, അവർ നിലവിളി കൂട്ടും, ചീറാൻ തുടങ്ങും.
അപ്പോൾ വിഷമം വിളിച്ചു പറയും. എന്തൊക്കെ വിഷമം വിളിച്ചു പറയും? കുറേ ആയത്തുകളുണ്ടല്ലോ. അപ്പോൾ അള്ളാഹ് അവരോട് പറയണത് എന്തായിരുന്നു? ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കസീറ. അതിൻ്റെ ഒട്ടും മുമ്പത്തായത്തൊന്നും ഓതി. ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കസീറ. നിങ്ങൾ ഇന്ന് ഒരു നാശത്തെ വിളിക്കണ്ട, വിളിച്ചോളി. നിങ്ങൾ കുറേ ചെയ്തു വയ്ക്കുക, എല്ലാം വിളിച്ചോളി എന്ന് പറയുന്നുണ്ട് അല്ലേ? അവർ അതിലേക്ക് നരകത്തിലേക്ക് ഇടപെടുന്നു. ആ സമയത്ത് അവരുടെ നാശമേ എന്നവർ വിളിച്ചു പറയുന്നു. എന്തൊരു നാശ, ഞങ്ങൾ ചെയ്തത് അബദ്ധമായിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹ് പറയാണ്, വേണ്ട, നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓർത്തോളൂ, എല്ലാറ്റിൻ്റെയും ശിക്ഷ ഇതാ വരുന്നു എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്ത് ഓർമ്മയിലേക്ക് വരട്ടെ. ഓർമ്മയിൽ വരുമ്പോൾ ഞാൻ പറയാം. ഞാൻ അത്ര ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഏതായിരുന്നാലും ഇവിടെ പറയുന്നത് അള്ളാഹിന് മറുപടി അതേ സൂറത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മറുപടി നോക്കണേ. ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബി ഇദാ ഹും യജ്അറൂന. അങ്ങനെ അവരിലുള്ള സുഖിയന്മാരെ ശിക്ഷ മൂലം നാം പിടികൂടുന്ന സമയത്ത് അപ്പോഴതാ അവർ നിലവിളി കൂട്ടുന്നു. അള്ളാഹ് ഓരോട് പറയും, നിങ്ങൾ അങ്ങനെ നിലവിളിക്കണ്ട. ലാ തജ്അറുൽ യൗം ഇന്നകും മിന്നാ ലാ തുൻസറൂൻ. ലാ തജ്അറുൽ യൗമ ലാ തദ്ഉ അൽ യൗമ സുബൂറൻ വാഹിദ എന്ന് പറഞ്ഞ പോലെ ലാ തജ്അറുൽ യൗമ ലാ തജ്അറു. നിങ്ങൾ അൽ യൗമ ഇന്ന് നിങ്ങൾ നിലവിളിച്ചൊന്നും വേണ്ട. നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഇതൊക്കെ അന്ന് നോക്കേണ്ടിയിരുന്നു. ലാ തജ്അറുൽ യൗം. വിശ്വാസികളുടെ അവസ്ഥ എന്താ? ഈ ഖിയാമത്തിലും ഹിസാബിൻ്റെ സമയത്തും ഒക്കെ വിശ്വാസികൾ പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അന്നേ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച്. എന്നാൽ നിഷേധികളായ ആളുകൾ എന്താ പറയാ? ഓരോം യജ്അറൂന. അവരെന്ത് ചെയ്യും? നിലവിളിച്ചോണ്ടിരിക്കുക തന്നെ. നിലവിളിക്കുക. ഇനിയിപ്പോൾ എന്താക്കുമെന്ന് ചോദിക്കുക. ഇനി ആക്കാനില്ല എന്നാ മറുപടി. എന്തായിരുന്നു അവരോട്? നിങ്ങൾക്ക് നദീർ വന്നില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, ഏയ് ആയത്തേതാ? സുഹൃത്തു മുൽക്കില് ഓത് ആയത്ത്. ഖാലു ബലാ ഖദ് ജാഅനാ നദീറു ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال. അതാ വന്നതിനും പക്ഷേ ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല, ഞങ്ങൾ അതിനെ നിഷേധിച്ചതായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കാം. എന്നിട്ട് അള്ളാഹ് പറയണത് പറഞ്ഞ തന്നെ എളുപ്പത്തിൽ മനസ്സിലാവും. അള്ളാഹ് പറയാണ്, ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും. അർത്ഥം പറയും, ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും. നിങ്ങൾക്ക് മേൽ നമ്മുടെ ആയത്തുകൾ തുത്ല തല യത്ലു തുലിയ യുത്ല തുത്ല ഓതി കേൾപ്പിക്കപ്പെട്ടില്ലയോ? ഖദ് കാനത് ആയാതി തുത്ല അലൈക്കും. അത് നിങ്ങൾക്ക് മുമ്പ് നമ്മളെ ആയത്തുകളൊക്കെ ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അലം യഅതികും നദീർ അല്ലേ? താക്കീതുകാരൻ വന്നില്ലേനോ എന്ന് ചോദിച്ചാൽ അതേ സംഗതി. ഖദ് കാനത് ആയാതി തുത്ല അലൈക്കും. പക്ഷേ ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ. അഖാബ് അഖിബ് അഖാബ് മടമുകാല് പിന്നോട്ട്, നിങ്ങൾ പിന്നോട്ട് അലാ അഅഖാബിക്കും നിങ്ങളെ പിന്നോട്ട് എന്ത് ചെയ്യും? തൻകിസൂൻ നക്കസ വേക്കോട്ട് പോവുക, റിവേഴ്സ് ഗിയറിൽ പോയി നിങ്ങൾ നിഷേധിച്ച് നിങ്ങൾ മടങ്ങിപ്പോവുകയായിരുന്നല്ലോ. ഇതൊക്കെ പറഞ്ഞു തന്നപ്പോൾ ആണ്ടാന്ന് പറഞ്ഞു വേണ്ട
വേണ്ടാന്ന് പറഞ്ഞ് അത് തെറ്റാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കള്ളത്തരാണെന്ന് പറഞ്ഞു. പടച്ചോന് ഇൽമുണ്ടോ, പടച്ചോന് വിവരമുണ്ടോ, അറബി അറിയാത്ത പടച്ചോനല്ലേ, അങ്ങനെയാണ് എല്ലാ ഭാഷയിലും ഖുർആൻ ഇറക്കി കൊടുക്കണ്ടായിനോ, അത് ലോകർക്കുള്ളതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും തെറ്റി ബാക്കിയുള്ളവരെയും തെറ്റിച്ച് നടക്കുകയല്ലായിനോ നിങ്ങൾ. മുഹമ്മദിൻ്റെ സ്വപ്നം മക്ക മാത്രമാണ് എന്ന് പറഞ്ഞ് പിന്നെ മക്കയിൽ നിന്ന് ഓടിപ്പോണ്ടി വന്നപ്പോൾ മദീനയിൽ എത്തിയപ്പോൾ എന്നാൽ മദീനയിലുള്ളവരെയും കൂടി കൂട്ടട്ടെ എന്നൊക്കെ പറഞ്ഞു ഓലെയും കൂടി കൂട്ടിയിട്ട് പറഞ്ഞല്ലേ ഇത് ലോകർക്കുള്ളതാണോ? അല്ലല്ലോ. ആണെങ്കിൽ തമിഴിലും വേണ്ടേ ഖുർആന്, ഇംഗ്ലീഷിലും വേണ്ടേ ഖുർആന്, മലയാളത്തിലും വേണ്ടേ ഖുർആന്, തെലുങ്കിലും വേണ്ടേ ഖുർആൻ എന്നൊക്കെ ചോദിച്ച് സംവദിച്ചവരല്ലേ നിങ്ങൾ അന്നേരം എന്ത് ചെയ്തു? തൻകിസൂന, വേക്കോട്ട് പോയതല്ല ഇനോ നിങ്ങൾ എന്ന് ചോദിച്ചു. ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ആയത്തുകൾ ഇങ്ങനെ എടുത്തു നോക്കുക. മക്കത്തിറങ്ങിയ ആയത്തുകൾ തന്നെ എല്ലാം എടുത്തു നോക്കിയാൽ റസൂലിനെ കുറിച്ച് പറഞ്ഞ മക്കത്തിറങ്ങിയ ആയത്ത്, ഖുർആനെ കുറിച്ച് പറഞ്ഞ മക്കത്തിറങ്ങിയ ആയത്ത് കേട്ടോ. മക്ക മാത്രം സ്വപ്നം എന്ന് പറയുമ്പോഴേ മക്കത്തിറങ്ങിയ ആയത്ത് ഖുർആനെ കുറിച്ച്, മക്കത്ത് ഇറങ്ങിയ മക്കിയായ സൂറത്തുകൾ നബീനെ കുറിച്ച് പറഞ്ഞ ആയത്ത്, അതിൽ മുഴുവനും ലിൽ ആലമീന ലിൽ ആലമീന ലിൽ ആലമീന എന്ന ലോകർക്ക് മുഴുവനാണ്. മക്ക മാത്രമാണോ ലോകം? അല്ല, ലോകം എന്ന് പറഞ്ഞാൽ മക്കയും. ഇനി ഏടൊക്കെ പോണോ? ഇത് മക്കക്കാർക്ക് മാത്രമല്ല, മദീനക്കാർക്ക് മാത്രമല്ല, അപ്പുറത്തുള്ളവർക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മാത്രമല്ല, വേറെ രാജ്യത്തുള്ളവർക്ക് മാത്രമല്ല, ലോകത്ത് എവിടെ ഇതുമായിട്ട് ആര് ചെന്ന് പ്രചരിപ്പിച്ചാലും അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്താലും ഓർക്കൊക്കെ സ്വീകരിക്കാൻ മാത്രം ശക്തമായ ആശയമാണ്, ഉൾക്കൊള്ളാൻ എളുപ്പമായ ആശയമാണ് ഖുർആനിൻ്റെ ആശയം. അതുകൊണ്ട് മദീനത്തെത്തിയപ്പോൾ ഓർക്കും അത് തന്നെ പറഞ്ഞു കൊടുത്ത് മാറ്റി പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. വേറെ നാട്ടിൽ പോയപ്പോൾ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ആ അവതരണം തീർന്ന് പിന്നെ പോയടത്തേക്ക് വേറെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കാത്തുന്നില്ല. കാരണം അത് ലോകാവസാനം വരെ ഉള്ളതാ. അതുകൊണ്ട് എല്ലായിടത്തും അത് തന്നെ, എപ്പോഴും അത് തന്നെ. ഇനി ഇതിൽ കൂട്ടേണ്ടിയുമില്ല, കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട. അത്രയും കൃത്യമാണ് ഖുർആൻ. അത് ഒരു നാട്ടുകാർക്ക് മാത്രമുള്ള സ്വപ്നം കാണിയ സാധനമല്ല, ഒരു കാലത്തേക്കുള്ളല്ല, എല്ലാത്തേക്കുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ നടന്നതല്ല ഇനോ മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെറിയ ചെറിയ നാശമൊന്നും വിളിക്കേണ്ട. നിങ്ങൾ കുറച്ചൊന്നും അല്ല ചെയ്തു വെച്ചത്. നിങ്ങൾ റസൂലിനെ എന്തൊക്കെ പറഞ്ഞെന്നറിയാം. നിങ്ങൾക്ക് നിങ്ങൾ ആശയം പറഞ്ഞാൽ പോരെ, നിങ്ങൾ എതിർപ്പ് പറഞ്ഞാൽ പോരെ. എന്തിനാ നിങ്ങൾ മറ്റൊരാളുടെ, മറ്റു വിശ്വാസികളുടെ, അവർ ആരാധിക്കുന്ന റബ്ബിനെയോ അവർ വിശ്വസിക്കുന്ന ദൂതന്മാരെയോ നിങ്ങൾ എന്തിന് കൊഞ്ഞനം കുത്തണം, കളിയാക്കണം? നിങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയാറുള്ളത്? അവരെ കുറിച്ചൊക്കെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്തതുൾ യൗമ സുബൂറം വാഹിദ് എന്ന് ഒരു നാശം വിളിച്ചാൽ പോരാ, വിളിച്ചോൾ. നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര യൂട്യൂബ് ചാനലുകൾ, ഇതിലെ എത്ര ലൈവുകൾ, എത്ര ക്ലാസ്സുകൾ, എന്തൊക്കെ എത്ര പൈസകൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ എന്നൊക്കെ ചോദ്യം വരും എന്നാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വേറൊന്നുമല്ല. യെസ്, നിങ്ങൾ അന്ന് എന്താ പറഞ്ഞറിയോ? ഖദ് കാനത് ആയാതി തുത്ല അലൈക്കും ഫകുൻതും അലാ അഅഖാബിക്കും തൻകിസൂന. നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് തന്നെ തിരിഞ്ഞു പോവുകയായിരുന്നു. മടമ്പും കാലുകളിൽ വന്നപാടെ തന്നെ മടങ്ങി പോവുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. നമ്മളൊരായത്ത് വേറെ പഠിച്ചില്ലേ? ഇദാ തുത്ല അലൈഹി ആയാതുന വ ഇദാ തുത്ല അലൈഹി ആയാതുന. ലുഖ്മാൻ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ചെവിയിലെന്തോ ഉരുക്കൊഴിച്ച മാതിരി, കേട്ടിട്ടും കേൾക്കാത്ത മാതിരി, കേട്ടതിനെ തന്നെ തള്ളിക്കളഞ്ഞ് ഈ ജാതിയിൽ തിരിഞ്ഞു നടന്നവരല്ലേ എന്ന് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, 67-ാമത്തെ ആയത്തിലോ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ വർത്താനം എന്തായിരുന്നു? മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ. നിങ്ങൾ ഉറക്കെ വിളിച്ചറിഞ്ഞ എന്താ? നിങ്ങൾ രാക്കഥയായി പറഞ്ഞു നടന്ന് തഹ്ജുറൂന, വെടിഞ്ഞത്, ഒഴിവാക്കിയത് എന്താ? ഈ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു. എന്തും പറഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം വെടിഞ്ഞത്? മുസ്തക്ബിരീൻ, അഹങ്കാരം നടിച്ചു. മുസ്തക്ബിരീൻ, അഹങ്കാരം നടിച്ചുകൊണ്ട്, ബിഹി, ഇതിനെ കൊണ്ട്. ഏതിനെ കൊണ്ട്? അല്ല, ഖുർആൻ ഉണ്ട് എന്നാണ് അഹങ്കാരം നടിച്ചല്ല. ബിഹി എന്ന് പറഞ്ഞാലേ അന്നാട് അക്കാബ ഓരെക്കുറിച്ചാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറയുന്നത്. നമ്മളിലേക്കും കൂടി ചേർക്കുക. അവരെ മക്കാ മുശ്രിക്കുകളെ, കഅബ ഞങ്ങളതാണ്, ഞങ്ങൾ അതിൻ്റെ നോട്ടക്കാരും ആൾക്കാരും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും രാത്രിയിൽ ഇങ്ങനെ കുത്തിരുന്നിട്ട് സാമിറൻ. സാമിറൻ തന്നെ എന്താ? രാക്ക
കഥ പറഞ്ഞങ്ങനെ അവിടുന്ന് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ അഹങ്കാരികളായ നിലയിൽ പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ. തഹ്ജുറൂന, ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മളും ആലോചിക്കണം. നമ്മൾ ഖുർആൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് നമ്മളതിൽ ഖുർആനൊന്നും ഇല്ലാണ്ട് നടന്നാലേ നമ്മളെക്കുറിച്ച് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ വരും. അതുകൊണ്ട് കൃത്യമായി ആലോചിക്കുക. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഒറ്റ പ്രാവശ്യം നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബ് ഇദാ ഹും യജ്അറൂൻ ലാ തജ്അറുൽ യൗമ ഇന്നകും മിന്നാ ലാ തുൻസറൂൻ ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും അലാ അഅഖാബിക്കും തൻകിസൂൻ മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ. ഹജറ യഹ്ജുർ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ കൃത്യമായി വായിച്ച് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിനെതിരാകാതെ ജീവിക്കുന്ന, കഴിവിൻ്റെ പരമാവധി അവനിൽ സൂക്ഷ്മതാബോധത്തോടുകൂടെ ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ തിന്മകളെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാ ദിവസങ്ങളിലും നിൻ്റെ വിശുദ്ധ ഖുർആനെ വായിക്കുന്നവരോ പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ കേൾക്കുന്നവരോ മനഃപ്പാഠമാക്കുന്നവരോ ഒക്കെയായ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്ത് മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ ഗഫൂറായ അല്ലാഹുവേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وزكاتنا وسائر أعمالنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.